സോ കീം 2025 മാത്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാത്സിൻ്റെ അകത്ത് ഏകദേശം 75 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. ഡിസ്ക്ലെമർ വായിക്കുക, എന്നൊരു വീഡിയോ ഇട്ട് വരും. അപ്പോൾ നമ്മളിവിടെ ചാപ്റ്റേഴ്സും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഫിസിക്സിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒരു ഐഡിയ ഏകദേശം കിട്ടും ഫിസിക്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ മാത്സ് നോക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക നോക്കുക. അപ്പോൾ ഞാനിവിടെ റെഡ് കൊടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്. വളരെ സിസ്റ്റമാറ്റിക് നോക്കുക, എസ്പെഷ്യലി ഈ സ്ട്രേറ്റ് ലൈൻസ്, സർക്കിൾസ്, കോണിക്സ്. ഈ സർക്കിൾസ് ആൻഡ് കോണിക്സിന് അത് പാരബോള, ഹൈപ്പർബോള, എലിപ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വളരെ ഷുവറിറ്റിയാണ്. പ്രോബബിലിറ്റി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. ഒരുപാട് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. നല്ല രീതിയിൽ പഠിക്കുക. +1 +2 പ്രോബബിലിറ്റി. അതിനുശേഷം ഈ കാൽക്കുലസ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. കൃത്യം ഒരു കാര്യം പറയട്ടെ, കാൽക്കുലസ് നിങ്ങൾ പഠിക്കാതെ പോകരുത്. കാൽക്കുലസിന് ഒരുപാട് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ കാൽക്കുലസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. കാൽക്കുലസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ റെഡ് കൊടുത്ത് ആദ്യം ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. ഈ പ്രീവിയസ് ഇയർ തന്നെ പഠിച്ചു പോയാൽ തന്നെ അത്യാവശ്യം ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, PYക്ക് നന്നായിട്ട് നോക്കുക, കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ഫോർമുല റിവൈസ് ചെയ്യുക, ചോദ്യത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക. ഇതൊക്കെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബാക്കി ഇതിൽ കണ്ടാൽ മനസ്സിലായി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, 3D വെക്ടറും പിന്നെ പോകാം കേട്ടോ. ആദ്യം ഈ റെഡ് കൊടുത്ത് പഠിക്കുക മെട്രിക്സ് ഡിറ്റർമിനൻ്റ്, അതിൻ്റെ 3D വെക്ടർ. ഓക്കെ, 3D വെക്ടർ സിമ്പിളസ്റ്റ് സബ്ജക്റ്റാണ്. എസ്പെഷ്യലി ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ചാൽ ആ സെയിം ഫോർമുല പോലത്തെ ചോദ്യങ്ങളാണ് ഒരുപാട് ചോദിക്കാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ്സ് നോക്കുക. പിന്നെ നിങ്ങൾക്ക് സീക്വൻസ് ആൻഡ് സീരീസ്, ഇതൊക്കെ ഇത്രയും നോക്കുക. ബാക്കി ഇനിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ബാക്കി ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാം. അതിനുശേഷം നമുക്ക് ഓരോ ചാപ്റ്റർ അനലൈസ് ചെയ്യാം. സോ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഹൈലി അപ്പോൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കോളേജ് ദിവസത്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ട് കയറാം. ഇവിടെ നിങ്ങൾക്ക് കീമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, സ്റ്റഡി പ്ലാൻ, ചാപ്റ്റർ വൈസ് വെയിറ്റേജ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, NRF റാങ്കിങ്സ്, കീമിൻ്റെ മാർക്കസ് റാങ്ക്, എക്സാം പാറ്റേൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സപ്പ് ബോട്ടാണ്. നിങ്ങൾ കീം 2025 ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും വെച്ചിട്ട് എൻ്റെ കോളേജ് ദിവസത്തിൻ്റെ വാട്സപ്പ് ബോട്ടിൽ കയറുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെ കംപ്ലീറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ആ കാര്യം വൃത്തിക്ക് കണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മാത്സിൻ്റെ അകത്ത് ഏകദേശം എത്ര ചോദ്യം ഉണ്ടോ? മാത്സിനകത്ത് ഏകദേശം 75 ചോദ്യങ്ങളാണ് മാത്സിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 75 ചോദ്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 to 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കായി. ഫിസിക്സും നിങ്ങളൊരു 15 ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 30-35 അല്ലെങ്കിൽ 30 to 45 നിങ്ങൾ മാക്സിമം വർക്ക് എടുക്കണം. അതിന് വേണ്ടി വെറുതെ പോയിരുന്നിട്ട് കാര്യമില്ല. റിവിഷൻ വേണം, മോക്ക് ടെസ്റ്റ് വേണം, ഫോർമുല റിവിഷൻ വേണം. അതിൻ്റെ കൂട്ടത്തിൽ വർക്കൗട്ട് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ടിപ്സ്, കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പോകണം. ഈ ഒരു 20 to 25 ഡേയ്സ് നല്ലോണം വർക്ക് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു 30 to 45 ഇടയിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ എത്തിപ്പെടും, ഉറപ്പാണ്. അപ്പോൾ കൂടുതൽ വർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് എടുക്കാനാണ് എൻ്റെ സജഷൻസ്. വർക്ക് എടുക്കാതെ നമ്മൾ പോയിട്ടൊരു കാര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, മാത്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാത്സ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം മാത്സ് അത് 75 ക്വസ്റ്റ്യൻസ് ആണ്. 75 ഏകദേശം നിങ്ങൾക്ക് എത്ര മാർക്കാണ് മാത്സിന് മാത്രം? 300 മാർക്കാണ് മാത്സിന് വരുന്നത്. മാത്സിന് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി രണ്ടും കൂടി ചേർത്ത്, ഫിസിക്സ് രണ്ടും കൂടി ചേർത്താൽ നിങ്ങൾക്ക് 300 വരുന്നുള്ളൂ. പക്ഷേ മാത്സിന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് 300 മാർക്കാണ്. പണ്ട് 120 ചോദ്യമായിരുന്നു, 480 മാർക്കായിരുന്നു മാത്സിന് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കീമിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ മാത്സിന് ഹൈ പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക. മാത്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതേപോലെ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. വെറുതെ ഇത് ഫോർമുല പഠിച്ച് വെക്കലല്ല, ഫോർമുല പഠിക്കുക, പ്രോബ്ലം ചെയ്യുക എന്നാണ് ട്രിക്ക്. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് എടുക്കുക, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈ പറഞ്ഞ ചാപ്റ്റേഴ്സും ബാക്കി ചാപ്റ്റേഴ്സൊക്കെ നോക്കി നിങ്ങൾ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.